നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എഡ്യൂക്കേഷൻ, ജീവിതം തന്നെ എഡ്യൂക്കേഷനാണ്. നമ്മളെ യഥാർത്ഥത്തിലുള്ള ജ്ഞാനത്തിലേക്ക് എത്തിക്കണം. എന്താണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം? എല്ലാ ജ്ഞാനങ്ങളും ഉൾക്കൊള്ളുന്ന ആ ഒരു സ്റ്റേറ്റിനെ നമുക്ക് യഥാർത്ഥ ജ്ഞാനം എന്ന് പറയാൻ സാധിക്കും. അവിടെ നിന്നാണ് എല്ലാം ഉദ്ഭവിച്ചത്. അതാണ് യൂണിറ്റി, യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു തിയറി എന്നൊക്കെ സയൻസ് പറയും. യൂണിഫൈഡ് തിയറി കണ്ടുപിടിക്കാനാണ് സയന്റിസ്റ്റൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യൂണിറ്റി, അപ്പൊ അങ്ങനെ ഒരു യൂണിറ്റി നമ്മുടെ ജീവിതത്തിൽ ക്രമേണ എക്സ്പോസ്ഡ് ആകുമ്പോൾ, പ്രകടമാകുമ്പോൾ നമ്മളിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? അവിടെയാണ് ഞാൻ എഡ്യൂക്കേറ്റഡ് ആവുന്നുണ്ടോ എന്ന് മനസ്സിലാവുക. നമ്മുടെ തർക്കിക്കാനും ജയിക്കാനുള്ള വാസനകൾ കുറഞ്ഞു വരുന്നു. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നമുക്കൊന്നും പ്രൂവ് ചെയ്യാനില്ല. നമ്മുടെ സ്പിരിച്വൽ ലിറ്ററേച്ചറിൽ തന്നെ പല ദർശനങ്ങളുണ്ട്. ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്നുള്ളതിൻ്റെ രീതിയിലുള്ള തർക്കങ്ങൾ. ഈ തർക്കങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ്? അഹംബോധത്തിൽ നിലകൊള്ളുന്നുണ്ട്. പല ലെവൽസ് ഓഫ് കോൺഷ്യസ്നസ് നിൽക്കുന്നതുകൊണ്ടാണ് തർക്കങ്ങൾ ഉണ്ടാവുന്നത്. അവിടെ ഏകത്വം ഇല്ല. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള തർക്കങ്ങൾ അവിടെ നിൽക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവത്തിലൂടെ ആ ഏകത്വം എക്സ്പ്രസ് ചെയ്യപ്പെടുന്നു. സൊല്യൂഷൻ വളരെ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടെത്താനാവും. മാസ്റ്റേഴ്സിന്റെ പ്രസൻസിലേക്ക് പോകുമ്പോൾ പല ചോദ്യങ്ങളുമായിട്ടാണ് ആൾക്കാർ പോകാറ്. പക്ഷെ അവിടെ എത്തുമ്പോൾ ചോദ്യങ്ങളൊക്കെ ഇല്ലാണ്ടാവുന്നതാണ്. കാരണം സൊല്യൂഷൻ കാണും. ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ: ഹാർമണി, സ്നേഹം. ഈ പ്രപഞ്ചത്തിന്റെ ധർമ്മത്തിൽ നമ്മൾ യോജിച്ച് പോവുക, ഇതാണ് സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഈ പ്രപഞ്ചധർമ്മത്തിന് അനുയോജ്യമാവുന്നുണ്ടോ? ഞാൻ അവിടെ എൻ്റെതായിട്ടുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കാസിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഞാൻ എന്നെ തന്നെ സംരക്ഷിക്കാൻ നോക്കുന്നുണ്ടോ? എൻ്റെ ഉള്ളിൽ ഭയമുണ്ടോ? ഞാൻ ഇത് വിട്ടുകളഞ്ഞാൽ,
എൻ്റെ പേര് പോവും, പ്രശസ്തി പോവും. അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥ ജ്ഞാനത്തിലില്ല. നമുക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ്, പേര് കിട്ടാനോ പ്രശസ്തി കിട്ടാനോ പൈസ കിട്ടാനോ അല്ലെങ്കിൽ സ്ഥാനം പോവാതിരിക്കാനോ, എന്തായാലും അതൊന്നും യഥാർത്ഥ ജ്ഞാനമല്ല എന്ന് മനസ്സിലാക്കാം. യഥാർത്ഥ ജ്ഞാനത്തിൽ ആദ്യം വേണ്ടത് എവിടെയും ജയിക്കേണ്ട ആവശ്യമില്ല. ജയിക്കേണ്ടത് സ്നേഹമാണ്. ഞങ്ങളുടെ വീട്ടില് എറണാകുളത്ത് താമസിക്കുമ്പോൾ അതിർത്തി തർക്കമുണ്ടായി. അച്ഛൻ സ്കൂളിൽ പോയിരിക്കണം, അന്ന് അമ്മ വീട്ടിലുണ്ട്. അമ്മയും ടീച്ചറാണ്, അന്ന് എന്തോ ഹോളിഡേ എന്ന് തോന്നുന്നു. അപ്പൊ ഒരു സൈഡിൽ അതിർത്തിയിൽ മതിൽ കെട്ടാൻ തുടങ്ങുമ്പോൾ അപ്പുറത്തെ വീട്ടുകാർ വന്നിട്ട് ബഹളം വയ്ക്കാൻ തുടങ്ങി. അതിലൊരാള് മദ്യപിച്ചിട്ട് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. ഈ വേലി ഇവിടെ അല്ല വരേണ്ടത്, കുറച്ചും കൂടി ഉള്ളിലേക്ക്, ഞങ്ങൾക്ക് കുറച്ചും കൂടി സ്ഥലമുണ്ട് എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കാൻ തുടങ്ങി. അപ്പൊ അതിന് രണ്ടാമത് അളക്കാൻ വരാൻ പറഞ്ഞു. അപ്പൊ അമ്മോരോട് അളക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ മതിൽ കെട്ടാൻ ആള് വന്നിരിക്കുകയാണ്, അപ്പോഴാണ് ഇത് നടക്കുന്നത്. അമ്മോർ, നിങ്ങൾക്ക് എവിടെയാണ് അതിർത്തി എന്ന് തോന്നുന്നത് അത് വരച്ചു കാണിക്കാൻ പറഞ്ഞു. ഇപ്പോ അവർ പറഞ്ഞ മാഷോട് ചോദിക്കേണ്ടത്, അതായത് അച്ഛനോട് ചോദിക്കണ്ടേ. അമ്മോർ മാഷോടൊന്നും ചോദിക്കേണ്ട, ഞാൻ പറയുന്നതും മാഷ് പറയുന്നതും ഒന്ന് തന്നെയായിരിക്കും. അതാണ് സ്നേഹബന്ധം എന്നുള്ളത്. ഒരിക്കലും അമ്മയുടെ തീരുമാനത്തിനെ അച്ഛൻ എതിർത്തുന്നില്ല, അച്ഛന്റെ തീരുമാനങ്ങളെ അമ്മ എതിർത്തുന്നില്ല. അവർ തമ്മിലൊരു ഹാർമണി അവിടെ ഉണ്ടായിരുന്നു. അവര് കയറ് കെട്ടി, അദ്ദേഹം പറയുന്ന അതേ വരിയിൽ കയറ് കെട്ടി മതില് പണിതു. അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം പോയി എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ അമ്മ പറഞ്ഞു, സ്ഥലം പോയാൽ എന്താ, ജീവിതകാലം മുഴുവൻ സമാധാനമായില്ലേ, ഇനി അവരായിട്ട് പ്രശ്നമില്ലല്ലോ. പക്ഷെ അവരുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായി എന്നാണ്, അതാണ് സങ്കടം. അവരുടെ ജീവിതത്തിൽ തൊരുതുരേ പ്രശ്നങ്ങൾ ഉണ്ടായി. അത് നമ്മളുടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ തരത്തിൽ പ്രശ്നങ്ങളിൽ മാത്രം ചിന്തിക്കുന്ന ആൾക്കാർ, എപ്പോൾ നോക്കിയാലും സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ യുദ്ധത്തെക്കുറിച്ച് നോക്കിയാൽ അറിയാം, യുദ്ധം ഉണ്ടാവുന്നത് സ്വാർത്ഥതയിൽ നിന്നാണ്, വേറെ ഒന്നുമില്ല അതിൻ്റെ അടിയിൽ. ഇവിടെ ആർക്കും ജയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും ഉള്ളതാണ് എല്ലാ വിഭവങ്ങളും, ഷെയർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ ആ ഒരു ഷെയറിങ്ങിൽ നമുക്ക് ജീവിക്കാനുള്ള വക വേണം, ഇത്രേ ആവശ്യമുള്ളൂ. ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് തർക്കങ്ങൾ. ഇപ്പൊ ലോകത്തിൽ എല്ലാവരും വിഷമിക്കുക. മഹാത്മാഗാന്ധിജി പറഞ്ഞ ഒപ്രസറും ഒപ്രസ്ഡും ഇവിടെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്നേഹം, ഹാർമണി, സമാധാനം ഇതൊക്കെ വിജയിക്കാനായിട്ട് നമ്മുടേതായിട്ടുള്ള ചിന്താഗതികൾ, നമ്മുടെ ചിന്തകൾ പൊന്തി വരുമ്പോൾ അതിനെ മാറ്റി വെക്കണമെങ്കിൽ യഥാർത്ഥ ജ്ഞാനം എന്ന് പറയും. സഹജമാർഗത്തിൽ ആദ്യത്തെ ടീച്ചിങ് പറയുന്നത് ചിന്തകളെ അവഗണിക്കുക എന്നാണ്. മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഇഗ്നോർ തോട്ട്സ്. നമുക്ക് ആദ്യം തോന്നുന്നു എന്താണ് ഈ തോട്ട്സിന് ഇഗ്നോർ ചെയ്യുന്നത്, എന്താണ്? കാരണം തോട്ട്സ് എന്ന് പറയുന്നത് ബ്രേക്സ് ആണ്, കോൺഷ്യസ്നസ് ഉണ്ടാവുന്ന ബ്രേക്കുകളാണ്. അത് പൊന്തി വരുന്നു. അതിൽ സ്നേഹം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചിന്ത അവിടെ തന്നെ അസ്തമിച്ചു പോയത്, അത് പൊന്തി വരില്ലേ. സ്വാർത്ഥമായിട്ട് ചിന്തകളാണ് നമ്മൾ അതിന്റെ പുറകെ പോകും. കാരണം ഞാനാണ് അതിന് പ്രാധാന്യം കൊടുക്കും, ഞാൻ അതിന്റെ പുറകെ പോകുന്നു, അതിന് കണക്ഷൻ കൊടുത്ത് ശക്തി അവസാനം മെഡിറ്റേഷൻ ആ ചിന്തയുടെ മുകളിലാവും. സ്നേഹം നിറഞ്ഞ ചിന്തയാണെങ്കിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, അതവിടെ സബ്സൈഡ് ചെയ്യും, കടലിലേക്ക് സബ്സൈഡ് ചെയ്യും. അപ്പോൾ സ്നേഹം നിറഞ്ഞ ചിന്തകൾ അവഗണിക്കേണ്ട ആവശ്യമില്ല. ചിന്തകളെ അവഗണിക്കുക എന്നുള്ള സ്വാർത്ഥത നിറഞ്ഞ ചിന്തകൾ എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് അണ്ടർസ്റ്റുഡ് ആണ്. പോസിറ്റീവായാലും നെഗറ്റീവായാലും രണ്ടും സ്വാർത്ഥതയുള്ളതല്ല. പോസിറ്റീവ് എനിക്ക് പോസിറ്റീവ്, നെഗറ്റീവ് എനിക്ക് നെഗറ്റീവ്. അപ്പൊ അത് അവഗണിച്ച് നമ്മൾ ശീലിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇത് പ്രാവർത്തികമാവും. നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളും, പക്ഷെ ആ പഠിക്കുന്ന എന്തിനാണ്? സമാധാനത്തിന് വേണ്ടിയിട്ട്, തർക്കിച്ച് ജയിക്കാൻ വേണ്ടിയിട്ടല്ല. ഓപ്പറേഷൻ വാസ് സക്സസ്ഫുൾ, ദ പേഷ്യന്റ് ഡൈഡ് എന്ന് പറയുന്ന ഒരു പ്രോവർബ് ഉണ്ട് ഇംഗ്ലീഷിൽ. അതുപോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ വളരെ വിജയമായി മാറുന്നു, പക്ഷെ അടിസ്ഥാനപരമായിട്ട് സമാധാനം മരിച്ചു, ആത്മാവ് മരിച്ചു. മഹാത്മാഗാന്ധിജി സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം അല്ല ആഗ്രഹിച്ചത് എന്ന് പറഞ്ഞു. ഒരു ശരീരം ലഭിച്ചു, പക്ഷെ ആത്മാവില്ല. ഞാൻ വിജയിച്ചു. ഇപ്പൊ കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീയെ ശക്തിയായിട്ട് എടുത്തോണ്ട് പോകുന്ന പുരുഷന്മാരുടെ കഥകൾ കൊണ്ട് കേട്ടു. ഭീഷ്മാചാര്യര് അംബിക അംബാലികയെ പിടിച്ചുകൊണ്ട് വന്നു. അതിൽ അമ്പ എന്നിട്ട് പിന്നെ ഭീഷ്മരുടെ മരണത്തിന് കാരണവുമാണ്, ശിഖണ്ഡി എന്നുള്ള രൂപത്തിൽ അവതരിച്ചിട്ട്. അപ്പൊ അവരുടെ ഇഷ്ടാനുസരണമല്ല, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനല്ല. നമ്മുടെ നിർബന്ധത്തിന് നമ്മൾ പല കാര്യങ്ങളും ശരിക്കും ശരീരം ലഭിക്കുന്ന ആത്മാവില്ലാണ്ടേ മാറും. ഇങ്ങനെയാണ് നമ്മൾ ചർച്ച ചെയ്ത് വിജയിക്കുമ്പോണ്ടാകാം. മറ്റവരുടെ ജീവിതത്തിൽ ദുഃഖം ഉണ്ടാകുമ്പോൾ, ജനറലായിട്ട് ഹാർമണി പോകുമ്പോൾ ശരിക്കും നമ്മൾ വിജയിച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. വീട്ടിലായാലും സൊസൈറ്റിയിലായാലും. അപ്പൊ ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചിന്തിക്കുക. എങ്ങനെയാണ് നമുക്ക് എപ്പോഴും വിജയിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും? എങ്ങനെയാണ് എഡ്യൂക്കേഷൻ നമ്മളെ
സ്നേഹത്തിലേക്ക് നയിക്കാൻ സാധിക്കുക. എപ്പോഴും സ്നേഹത്തോടു കൂടി എങ്ങനെയാണ് നമുക്ക് ഒരു ഇന്റൻഷൻ സ്നേഹവും പ്രവർത്തിക്കുന്നത്, എങ്ങനെ, ഇതേക്കുറിച്ചായിരിക്കും നമ്മൾ കൂടുതൽ ഇൻട്രോസ്പെക്ട് ചെയ്യണം. അതാണ് യഥാർത്ഥത്തിലെ ജ്ഞാനം എന്ന് പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.